പള്ളിക്കൽ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. മുൻ പഞ്ചായത്ത് അംഗത്തെ കടിച്ചു പരിക്കേൽപ്പിച്ചു. തൊട്ടു പിന്നാലെ നായ ചത്തത് ആശങ്കയ്ക്കിടയാക്കി. പള്ളിക്കൽ പഞ്ചായത്ത് അംഗമായിരുന്ന ജൈനിദാസിനാണ് കടിയേറ്റത്. പെരുവള്ളൂരിൽ തെരുവുനായ കടിച്ചു പേവിഷബാധയേറ്റ് 6 വയസ്സുകാരി മരിച്ച ഭീതി മാറും മുൻപെയാണ് പള്ളിക്കലിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത്. പുത്തൂർ പള്ളിക്കൽ പ്രദേശത്ത് അടുത്തിടെയാണ് തെരുവുനായുടെ കടിയേറ്റ കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നെങ്കിലും കുട്ടി മരിക്കുകയായിരുന്നു. ഇതിന്റെ ഭീതിയൊഴിയും മുൻപെയാണ് പള്ളിക്കൽ മുൻ പഞ്ചായത്ത് അംഗത്തിന് തെരുവുനായുടെ കടിയേറ്റത്. പള്ളിക്കൽ പഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്ന ജൈനിദാസിനാണ് കടിയേറ്റത്. വീട്ടുവളപ്പിലെ വാഴത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന നായ പെട്ടെന്ന് ജൈനിദാസിനെ ആക്രമിക്കുകയായിരുന്നു. നായ കടിവിടാത്തതുകൊണ്ട് നായയുമായുള്ള മൽപ്പിടുത്തത്തിൽ അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ജൈനിദാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കടിച്ച നായയെ പിടിക്കാൻ വാർഡ് മെമ്പർ പറമൻ നീലകണ്ഠന്റെ നേതൃത്വത്തിൽ നായപിടുത്ത വിദഗ്ധരെയും RRTയെയും സജ്ജീകരിക്കുന്നതിനിടയിൽ നായ ചത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. മെമ്പർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ്, വെറ്റിനറി ഡോക്ടർ ബൈജു, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷീബ ഷാജി, അജിത, സഹ്യ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. സമീപ പഞ്ചായത്തായ പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് തെരുവുനായുടെ കടിയേറ്റ് 6 വയസ്സായ വിദ്യാർത്ഥിനി അടുത്തിടെയാണ് മരിച്ചത്. സമയബന്ധിതമായി വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ചതിന്റെ ഭീതി വിട്ടുമാറും മുൻപെയാണ് സമീപ പ്രദേശത്ത് തെരുവുനായുടെ ആക്രമണം. പള്ളിക്കൽ, തേനിപ്പലം, പെരുവള്ളൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ നീരോൽപ്പാലം, അമ്പലപ്പടി, ദേവതിയാൽ ഭാഗങ്ങളിൽ കുറുക്കന്റെയും തെരുവുനായ്ക്കളുടെയും ശല്യം രൂക്ഷമാണ്. ഈ 3 പഞ്ചായത്തുകളും തെരുവുനായ നിർമ്മാർജ്ജനത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ, തേനിപ്പലം.